ഹായ് ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കിയാലോ? ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ വട്ടയപ്പം കിട്ടും. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? ഇതിന് ഒരു അരക്കപ്പ് അളവിൽ വെള്ളയവൽ എടുക്കാം. അതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് നന്നായിട്ട് കുതിർത്തെടുക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന ഇടിയപ്പം പത്തിരിപ്പൊടി എടുത്താലും മതി. ഞാൻ അതാണ് എടുത്തത്. അതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയതും 7 ടേബിൾ സ്പൂൺ ഷുഗറും ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ഏലക്കയുടെ കുരു മാത്രം, കുതിർത്ത അവല്, പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ. ഈസ്റ്റ് ഞാൻ ബേക്കേഴ്സിൻ്റെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. തരി ഒട്ടും കാണരുത്. ഞാൻ നന്നായിട്ട് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മാവ് ഒരു പാത്രം വെച്ച് അടയ്ക്കാം. അതിൻ്റെ മുകളിൽ ചൂടുവെള്ളവും വെച്ച് അടയ്ക്കുക. ചൂടുവെള്ളം ഒരു പാത്രം വെച്ച് അടയ്ക്കണം. ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇരിക്കട്ടെ. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒഴിക്കുന്ന പാത്രത്തിന്റെ 1/4 ഭാഗം മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാത്രം ഗ്രീസ് ചെയ്തതിന് ശേഷം മാത്രം മാവ് ഒഴിക്കുക. ആദ്യ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും ചേർക്കാം. ഞാൻ നെയ്യിൽ വറുത്താണ് കിസ്മിസ് ചേർത്തിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതേപോലെ രണ്ടാമത്തെ സെറ്റും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വട്ടയപ്പം എല്ലാം തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കറി കൂട്ടിയാണ് വട്ടയപ്പം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ.